ഉത്തർപ്രദേശിൽ മുത്തലാഖ് നിയമം നിലവിൽ വന്ന് ധാരാളം ആൾക്കാർ, അതായത് ധാരാളം സ്ത്രീകളെ മുത്തലാഖ് ചൊല്ലുന്ന മതമൗലികവാദികൾ ജയിലിൽ കിടപ്പുണ്ട്. അത്തരത്തിലൊരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുത്തലാഖ് ഒരു തവണയല്ല 2 തവണ ചൊല്ലി സ്ത്രീധനത്തിൻ്റെ പേരിൽ മർദ്ദനം അനുഭവിച്ച ഒരു യുവതി ഇപ്പോൾ തൻ്റെ ജീവിതാനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവർക്ക് തുണയായത് യോഗി ആദിത്യനാഥാണെന്നാണ് ഇവർ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിലെ ചാർത്തവൽ പ്രദേശത്തെ സ്ത്രീക്കെതിരെ മുത്തലാഖ് ചൊല്ലുകയും ക്രൂരത കാണിക്കുകയും ചെയ്ത ഒരു കേസാണ് ഇപ്പോൾ നാഷണൽ മീഡിയ എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് ഇവരെ ആദ്യം മുത്തലാഖ് ചൊല്ലി ഇവരെ ഉപേക്ഷിച്ചു. പിന്നീട് ഈ സ്ത്രീയെ വീട്ടുകാരുടെ മധ്യസ്ഥതയിൽ വീണ്ടും നിക്കാഹ് കഴിക്കുകയായിരുന്നു. നിക്കാഹ് ഹലാല മാർഗത്തിലൂടെ വീണ്ടും കഴിച്ചു. എന്നാൽ ഇപ്പോൾ ഫോണിലൂടെ ഭർത്താവ് വീണ്ടും ഈ സ്ത്രീയെ മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്നാണ് വാർത്ത. എന്തായാലും ഇത് തന്നെ ഉപേക്ഷിച്ചെന്ന് ആരോപിച്ച് യുവതി രംഗത്തെത്തിയിരുന്നു. യുവതിയുടെ പരാതിയിൽ പോലീസ് ഈ സംഭവം അന്വേഷിക്കുകയുണ്ടായി. സ്ത്രീ തൻ്റെ 2 കുട്ടികളുമായി ചാർത്തവൽ പോലീസ് സ്റ്റേഷനിലാണ് എത്തിയത്. ഭർത്താവിനെതിരെ ഇവർ പരാതി നൽകി. പരാതി കൊടുത്താൽ കൊന്നുകളയുമെന്നുമായിരുന്നു ഭർത്താവിൻ്റെ ഭീഷണി. ഭർത്താവ് തന്നെ ഈ പേരിൽ മർദ്ദിക്കാറുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തുടർന്ന് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് 7 വർഷം മുമ്പാണ് ഇവർ വിവാഹിതരായത്. ചാർത്തവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഹസൻപൂർ ലുഹാരി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു യുവാവിനെയാണ് അവർ വിവാഹം കഴിച്ചത്. ഇവർക്ക് 2 കുട്ടികളുണ്ട്. വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഭർത്താവ് സ്ത്രീധനം ആവശ്യപ്പെടാൻ തുടങ്ങിയെന്ന് യുവതി ആരോപിക്കുന്നു. ഇപ്പോൾ 2 കുട്ടികളായപ്പോൾ ഭർത്താവിന് മറ്റു സ്ത്രീകളോട് ആസക്തി തോന്നിയെന്നും അങ്ങനെ തന്നെ മുത്തലാഖ് ചൊല്ലി വേറെ വിവാഹത്തിലേക്ക് ഇയാൾ പോവുകയാണ് എന്നുമാണ് സ്ത്രീ ആരോപിക്കുന്നത്. സ്ത്രീധനം കൊണ്ടുവരാത്തതിനും അയാൾ മർദ്ദിക്കുമായിരുന്നു. പിന്നീട് 1 വർഷം മുമ്പ് ഭർത്താവ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി. ഇതിനുശേഷം 2 കുടുംബങ്ങളും ഒത്തുതീർപ്പിലെത്തി യുവതി നിക്കാഹ് ഹലാല മാർഗത്തിലൂടെ മുൻ ഭർത്താവിനെ തന്നെ വീണ്ടും വിവാഹം കഴിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടും ഭർത്താവിൻ്റെ ആക്രമണം കുറഞ്ഞില്ല. അവർ യുവതിയെ മർദ്ദിക്കാൻ തുടങ്ങി. 1 മാസം മുമ്പ് ഭർത്താവ് തന്നെ മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാണ് യുവതി തൻ്റെ പരാതിയിൽ പറയുന്നത്. ഇതിനുശേഷം യുവതി സഹോദരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. തുടർന്ന് 2 ദിവസം മുമ്പ് ഭർത്താവിൽ നിന്നൊരു കോൾ വന്നതായും മൊബൈൽ സ്പീക്കർ ഓൺ ചെയ്തതായും സ്ത്രീ പറയുന്നു. ഈ സമയത്ത് ഭർത്താവ് എല്ലാ വഴക്കും അവസാനിപ്പിക്കാമെന്ന് പറയുകയും തുടർന്ന് 3 തവണ തലാക്ക് പറഞ്ഞ ശേഷം തന്നെ ഉപേക്ഷിച്ചതായി യുവതി പറയുകയുമാണ് ചെയ്തത്. ഇവർക്ക് യാതൊരുവിധ നിവൃത്തിയുമില്ല. ഭർത്താവ് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു. പക്ഷേ 1 മാസം ഇവർ സഹോദരിയുടെ വീട്ടിൽ താമസിച്ച ശേഷം ഭർത്താവ് ഇവരെ വിളിച്ചത് തിരിച്ചു വിളിക്കാനല്ല, മറിച്ച് മുത്തലാഖ് ചൊല്ലാനാണ്. ഉടനെ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഇപ്പോൾ ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. യോഗി ആദിത്യനാഥ് പോലീസിൽ വിശ്വാസമുണ്ട് എന്നാണ് ഈ യുവതി അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.